ക്കാനുള്ളത് പാഠം 2 ഗുൽസാർ ഉറുദുവിൽ നിന്നുള്ള ഇസ്മിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇസ്മ് 3 വിധമാണ്: ജാമിദ്, മുസ്തഖ്, മസ്ദർ. ഇത് 3ഉം എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ജാമിദ് എന്ന് പറഞ്ഞാൽ അത് സ്വയം ഒരു കലിമത്തിൽ നിന്നുണ്ടായതോ അതിൽ നിന്ന് വേറെ ഒരു കലിമത്ത് ഉണ്ടാക്കാൻ കഴിയുന്നതോ അല്ല. ഉദാഹരണത്തിന് കലം. ഈ ഉദാഹരണത്തിൽ കലം ഏക ഫായിദാമന്ദ് ചീസ് ഹെ. പേന ഒരു ഉപകാരമുള്ള വസ്തുവാണ്. അപ്പോൾ ഈ ഒരു കലിമത്തിൽ നിന്ന് കലം എന്നതിൽ നിന്ന് വേറെ ഒരു കലിമത്ത് ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് നമ്മൾ അറബിയിൽ പറയും കിതാബ്. കിതാബ് എന്നുള്ളത് കതബ, യക്തുബു എന്നൊക്കെ ഉണ്ടായതാണ് എന്ത് കിതാബ്. പക്ഷെ അങ്ങനെ കലമ യക്കുലുമു അങ്ങനെയുള്ള ഒരു വസ്തു ഒന്നും ഉണ്ടായതല്ല എന്ത് കലം എന്നുള്ള സാധനം. എന്ന് പറഞ്ഞ മാതിരി ഇൻസാൻ എന്നുള്ളത് നമ്മൾ അറബിയിൽ വെച്ച് നോക്കുമ്പോൾ നിസിയാൻ എന്നാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ശരിക്ക് അങ്ങനെ ഒരു വസന അവിടെ ഇല്ല അല്ലേ. അപ്പോൾ ഇൻസാൻ അഖിൽമന്ത് ചീസ് ഹേ. ഇൻസാൻ ബുദ്ധിയുള്ള വസ്തുവാണ്. നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടല്ലോ, നിങ്ങൾ മനുഷ്യന്മാരാണല്ലോ അല്ലേ. അപ്പോൾ ഇൻസാൻ അഖിൽമന്ത് ഹേ. സോ ചീസ് എന്നല്ല, അഖിൽമന്ത് ഇൻസാൻ ബുദ്ധിമാനാണ്. അപ്പോൾ ഇവിടെ ഇൻസാന് എന്നുള്ളതിൽ നിന്ന് ഒരു വേറൊരു പേരുണ്ടാക്കാൻ കഴിയണില്ല. അതാണെച്ചെങ്കിൽ വേറൊന്നിൽ നിന്ന് ഉണ്ടാക്കിയതുമല്ല. അതിനാണ് ജാമിദ് എന്ന് പറയാം. അപ്പോൾ കായിദ നോക്കൂ. കായിദ ജാമിദ് വോ ഇസ്മേ. ജാമിദ് എന്ന് പറഞ്ഞ ആ ഇസ്മാണ്. ജോ എങ്ങനെയുള്ള ഇസ്മേ ന ഖുദ് കിസി കലിമാസെ സ്വയം വേറെ ഒരു കലിമത്തിൽ നിന്ന് നിക്കല ഹുവ പുറപ്പെട്ടിട്ടില്ല. അതേമാതിരി തന്നെ ന നിക്കല ഹുവ എന്നാട്ടോ പുറപ്പെട്ടിട്ടില്ല. ഔ ന ഉസ്സെ അതിൽ നിന്ന് ഇല്ല. കോയി ഇസ്മ നിക്കലെ അതിൽ നിന്ന് ഒരു ഇസ്മ പുറപ്പെടുകയില്ല. യാ ബനെ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറൊരു ഇസ്മിനെ ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഇനി രണ്ടാമത്തത് മുസ്തഖ്. ഉദാഹരണത്തിന് ദാർലുദാക്കി തറക്കീസെ ഹം ഖുശ് ഹൈ. അതുമാതിരി തന്നെ പടായി ഏക് ദിൽചസ്പ് മശഗല ഹെ. അപ്പോൾ അത് മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒരു കലിമത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഇപ്പോൾ ഉയരുക എന്നുള്ളതിൽ നിന്നാണ് ഉയർച്ച ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതാണ് തറക്കി, ഉയർച്ച. ഉയർച്ചയെന്ന് ഇനി വേറെ ഒന്നും ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ അതാണ് ദാറുൽ ഹുദയുടെ തറക്കീസെ ഉയർച്ചയിൽ നിന്ന് ഹം ഖുശ് ഹേ നമ്മൾ സന്തോഷരാണ്. ഉയർച്ച കൊണ്ട് നമ്മൾ സന്തോഷമുള്ള ആൾക്കാരാണ്. അതുമാതിരി തന്നെ പഠായി പഠിക്കുക എന്നുള്ളതിൽ നിന്നാണ് പടായി എന്നുള്ള വാക്ക് വരുന്നത്. അത് ഏക്ക് ദിൽചസ്പ് മഷഗല ഹെ. അത് ഒരു ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആകർഷിക്കുന്ന, മഷഗല ഹെ ഒരു ജോലിയാകുന്നു. അപ്പോൾ മനസ്സിന് ഉള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് പഠനം. അപ്പോൾ പഠനം എന്നുള്ള ആ വാക്ക് പഠിക്കുക എന്നുള്ളതിൽ നിന്ന് വന്നതാണ്. പഠിന എന്നുള്ളതിന് തറക്കി എന്നുള്ളത് അങ്ങനെ ഒരു വാക്കുണ്ട്. തറക്ക ഇപ്പോൾ അതായത് ഇപ്പോൾ തെർക്കാന, പിന്നെ തറക്കിന അങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത് തറക്കി എന്ന് വരുന്നത്. അപ്പോൾ എന്നാൽ ഇതിന്ന് വെച്ചെങ്കിൽ വേറെ വാക്ക് ഉണ്ടാകാൻ പോകണമില്ല. അപ്പോൾ അതെന്ന് മനസ്സിലായി. മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഓ ഇസ്മഹെ അതൊരു ഇസ്മാണ്. നമ്മൾ ഇസ്മിൻ്റെ 3 ഇനങ്ങളിൽ രണ്ടാമത്തെ ഇനാണല്ലോ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയായാലും അത് ഇസ്മാണ്. ജോ എങ്ങനെയുള്ള ഇസ്മാണ് ഖുദ് തോ കിസി അവർ ലഫ്സെ നിക്കലാ ഹോ. അത് സ്വയം. അപ്പോൾ കിസി ഏതെങ്കിലും അവർ ലഫ്സെ കിസി ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലഫ്സിൽ നിന്ന് നിക്കലാഹോ പുറപ്പെട്ടിട്ടുണ്ടാവും. ലേക്കിൻ പക്ഷേ ഉസ്സെ അതിൽ നിന്ന് കോയി അതിൽ നിന്ന് ദൂസര രണ്ടാമത്തെ ലഫ്സിനെ നിക്കലെ അതിൽ നിന്ന് ഇനി ഒരു ലഫ്സ് ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ അതിനാണ് എന്താ പറയുക മുസ്തഖ് എന്ന് പറയാം. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ടാവില്ല നമുക്ക് പറയാൻ. അതായത് ഇതുവരെ പറഞ്ഞത് അത് ഇതിൽ നിന്ന് ഒന്നും ഉണ്ടാവണില്ല. അതായത് ഇപ്പോൾ ജാമിദാണെങ്കിലും ആ ലഫ്ലൊന്നും വേറെ ഒന്നും ഉണ്ടാവണില്ല. മുസ്തഖാണെങ്കിൽ ആ ലഫ്ലൊന്നും വേറെ ഒന്നും ഉണ്ടാവണില്ല. ഞാൻ ലഫ്ലൊന്നും വേറെ ഒന്നും ഉണ്ടാണതിന് എന്താ പറയുക, അതിനാണ് മസ്ദർ. അത് നോക്കി. അപ്പോൾ ഹർദിൻ 2 ലിറ്റർ പാനി പീന സെഹത്ത് കേലിയെ മുഫീദ്. അപ്പോൾ ഇതിൽ പീന കുടിക്കുക. അതുപോലെ തന്നെ ബഡോങ്ക എഹ്തിറാം കർണ അല്ലേ, അത് മസ്ദറാണ്. അപ്പോൾ ഇത് അദബ്. അപ്പോൾ എല്ലാ ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കൽ ആരോഗ്യത്തിന് ഉപകാരമുള്ളതാണ്. വലിയവരെ ബഹുമാനിക്കൽ എന്താണ് അദബ് ഹെ, അത് മര്യാദയാണ്.
അപ്പോൾ ഇവിടെ മസ്ദർ എന്ന് പറഞ്ഞാൽ നോക്കി, ഓ ഇസ്മ ഒരു ഇസ്മാണ്, ജോ എങ്ങനെയുള്ള ഇസ്മ, ഖുദ് കിസി ലഫ്സുസൻ എനിക്കല്ലേ, അത് സ്വയം ഒരു ലഫ്സിൽ നിന്ന് പുറപ്പെട്ടതല്ല. ലേക്കിൻ ഈ ദൂസരേ കലിമ ഉസ്സെ ബനെ, അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്ത ലഫ്ലുകൾ നമുക്ക് ഉണ്ടാക്കാം. പീന, പീ മേ എന്താണ്, അതേമാതിരി തന്നെ പിയ കുടിച്ചു, മേ പിയ ഞാൻ കുടിച്ചു, അങ്ങനെ ഒരുപാട്. അതേമാതിരി തന്നെ ഇഹ്തിറാം കിയ, ഇഹ്തിറാം കരേഗ, ഇഹ്തിറാം കരൂ, അങ്ങനെ ഒരുപാട് ലഫ്ലുകൾ അതിന് ഉണ്ടാക്കാം. അതാണ് മസ്ദർ എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ അറബിയുള്ള മസ്ദർ പോലെ മസ്ദർ എന്നാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം കത്തബ് യക്തുബ് കത്തുബ് അല്ലേ, അല്ലെങ്കിൽ ലൊറബ് എൽദരിബ് ലൊറബ്, അതിൽ നിന്നാണല്ലോ എല്ലാ ലൊറബ് എന്നുള്ള അതിൽ നിന്നാണ് ലൊറബ എന്ന് വരുന്നത്, എൽദരിബ് വരുന്നത്, എൽദരിബ് വരുന്നത് എന്ന് പറഞ്ഞ മാതിരി മസ്ദർ എന്നാണ് എല്ലാ ലഫ്ലുകളും വരിക. അപ്പോൾ മസ്ദർ എന്ന് പറഞ്ഞാൽ ഓ ഇസ്മയെ ഒരു ഇസ്മാകുന്നു, എങ്ങനെയുള്ള ഹുദ് കിസി ലഫ്സുസൻ എനിക്കലെ, അത് സ്വയം ഏതെങ്കിലും ഒരു ലഫ്ലിൽ നിന്ന് പുറപ്പെട്ടതല്ല. ലേക്കിൻ ഈ ദൂസരെ കലിമ ഉസ്സെ ബനെ, ഒരുപാട് വ്യത്യസ്ത രണ്ടാമത് ഒരുപാട് ലഫ്ലുകൾ അതിൽ നിന്ന് ഉണ്ടാകുന്നു. ഇനി മസ്കാണ്. ഇതിൽ നിന്ന് മുന്ദർജ സൈൽ അൽഫാസെ ഇസ്മ ജാമിദ് ഇസ്മ മുസ്തഖ് വേർതിരിച്ചെഴുതുക. അതേമാതിരി തന്നെ ഇത് അർത്ഥങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. വളരെ സുഖമുള്ള അർത്ഥങ്ങളാണ്. ജുംല ഉണ്ടാക്കാൻ 2 ജുംല ഉണ്ടാക്കുക. ഇസ്മ ജാമിദ് മുബ്തദ ആവുക, ഇസ്മ മുസ്തഖ് ഖബറാകണം. അതേമാതിരി തന്നെ 2 ജുംല ഉണ്ടാക്കുക. അതിൽ ഇസ്മ മുസ്തഖ് മുബ്തദ ആവുക, ഇസ്മ ജാമിദ് ഖബറാകണം. 3 ജുംല ഉണ്ടാക്കുക. അതിൽ മസ്ദർ ഉണ്ടാകണം. അതേമാതിരി തന്നെ താഴെ നൽകിയപ്പെട്ട ലഫ്സ് എന്താണ് കവിതകളിൽ നിന്ന് ഇസ്മ ജാമിദ് ഇസ്മ മുസ്തഖ് വേർതിരിച്ചെഴുതുക. നോക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം की मोहब्बत दीन ഹക്ക് ഷർത്ത് അവൽ ഹെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ദീനിൻ്റെ ഒന്നാമത്തെ ഷർത്താണ്. ഇസീമെ ഇതിൽ അഗർ ഹാമി തോ സബ് കുച്ച് നാ മുക്കമ്മൽ ഹെ. ഇതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാൽ എല്ലാം എന്താണ് അപൂർണമാണ്, പൂർണ്ണമാകാത്തതാണ്. ഇതിൽ ഈ ഹാമി എന്ന വീഴ്ച. അതുമാതിരി തന്നെ ജിന്ദഗി കെ ഓജ് ഗാഹോം സെ ഉത്തർ ആത്തെ ഹൈ ഹം, നമ്മൾ ജീവിതത്തിൻ്റെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഔജ് ഗാഹോന ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ, അതിൽ നിന്ന് ഉത്തർ ആത്തെ ഹെ ഇറങ്ങി വരുന്നു. ഹം എപ്പോ സുഹബത്തെ മാതർ മേ തിഫിൽ സാദ ബൻ ജാത്തെ ഹൈ ഹം, സാധാരണ. അപ്പോൾ ഉമ്മായുടെ മാതൃ സ്നേഹത്തിൽ, സുഹബത്തെ മാതൃ എന്ന് പറഞ്ഞാൽ മാതൃ, ഉമ്മയുടെ സുഹബത്തിൽ, ഉമ്മയോടുള്ള ഒരു സൗഹൃദത്തിൽ നമ്മളെന്താകുന്നു, കുട്ടിയായി മാറുന്നു. സാധാ ഒരു കുട്ടിയായി മാറുന്നു. ഏത് വലിയ നേതാവും ഉമ്മയുടെ അടുത്ത് നിന്നാലും ഉമ്മാക്കത് കുട്ടിയാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ കവിതയിൽ നിന്ന് ഇസ്മ ജാമിദ് ഇസ്മ മുസ്തഖൊക്കെ വേർതിരിച്ച് എഴുതുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഉത്തരം പറഞ്ഞു തരാനുള്ള ഒരു സംഗതിയാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ഉറുദുവിലാക്കാൻ, ഞാൻ വൈകുന്നേരം കളിക്കാൻ മൈതാനത്ത് പോകും. ഷാം കെ വക്തുമേ, അല്ലെങ്കിൽ ഷാം എന്താണ് മൈദാൻ കേൽനെ കേലിയെ ജാഊങ്ക, അല്ലെങ്കിൽ ഷാം കെ വക്തുമേ, അങ്ങനെയൊക്കെ കൊടുക്കാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. അല്ലാഹ് കെ നാമേ തും പഠോ. പിന്നെ ഇന്ന് സുബഹ് നിസ്കാരത്തിന് ശേഷം ധാരാളം ഖുർആൻ പാരായണം ചെയ്തു. ഇന്ന് ഞാൻ സുബഹ് നിസ്കാരത്തിന് ശേഷം ആജ് മേ സുബഹ് നമാസ് കെ ബാദ് ബഹുത്ത് ഖുർആൻ പഠാ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചീത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. തും ബുരി ബാത്തെ ന ബോലോ. അതേമാതിരി തന്നെ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വോ സോ രഹാ ഹേ. അപ്പോൾ മറ്റേ മഷ്ക് നിങ്ങൾ എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.